മഹേന്ദ്ര അഷ്ടമുടി റിസോർട്ടിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൻ്റെ വ്യൂ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഞങ്ങളിവിടെ ഓൾറെഡി വന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുക്കുന്നതാണിപ്പോൾ. നല്ല സൗകര്യമുള്ള റൂമാണ്. നമുക്ക് ബാൽക്കണിയൊക്കെ ഉണ്ട്. റിസോർട്ടിനെ കുറിച്ചും ഈ റൂമിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, സോ ഇത് ക്ലബ് മഹീന്ദ്ര അഷ്ടമുടിയുടെ സ്റ്റുഡിയോ ക്ലാസ് റൂമാണ്. സോ ഞാനിത് അഗോഡയുടെ വെബ്സൈറ്റിൽ ഒരു 2 nights ബുക്ക് ചെയ്തു. സോ ഞാൻ സുപ്പീരിയർ റൂം വിത്ത് ബ്രേക്ക്ഫാസ്റ്റാണ് ബുക്ക് ചെയ്തത്. സോ ഇറ്റ് കോസ്റ്റ് മീ അറൗണ്ട് 5200. സോ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു റൂംസ് അവൈലബിൾ ഉള്ളത് കൊണ്ട് എൻ്റെ റൂം അപ്ഗ്രേഡ് ചെയ്യുവാണെന്ന്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ സ്റ്റുഡിയോ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. സോ ഇറ്റ് ഈസ് എ നൈസ് ഡീൽ. സോ ഇതാണ് സ്റ്റുഡിയോ റൂം. സോ ഇവിടെ നമുക്ക് 2 ബെഡിങ്സ് ഉണ്ട്. ഒരു ക്യൂൻ സൈസ് ബെഡ് പ്ലസ് ഒരു സോഫ കം ബെഡ്. സോ നമുക്ക് കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇവിടെ 3 പേര് അലൗഡാണ്. സോ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു മിനി കിച്ചൺ പോലെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടീ, കോഫി മേക്കർ ആസ് യൂഷ്വൽ, പിന്നെ എല്ലാ സപ്ലിമെൻറ്റ്സും ഉണ്ട്. പിന്നെ കുറച്ച് കുക്കിങ്ങിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അവനുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ക്രോക്കറി ഐറ്റംസ് എല്ലാം നിറയെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എന്ന് വെച്ചാൽ നമ്മൾ കിഡ്സുമായിട്ടൊക്കെ വരുവാണ്, ഇപ്പോൾ അല്ലെങ്കിൽ എൽഡർലി അവരുമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട് ഈ റൂമിൽ. ഇതെല്ലാം സ്റ്റുഡിയോയിൽ മാത്രം പ്രൊവൈഡ്, നോർമൽ സുപ്പീരിയർ റൂംസിൽ കാണാൻ സാധ്യതയില്ല. പിന്നെ കുറച്ച് കട്ട്ലറി, ആവശ്യത്തിനുള്ള കട്ട്ലറി, ചോപ്പിംഗ് ബോർഡ്, കട്ട്ലറി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം ഒരു നോർമൽ ലൈക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് അവർ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ്, നമുക്കത് ആവശ്യത്തിന് യൂസ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജ്, അങ്ങനെ ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പ്. പിന്നെ ഒരു ചെറിയ ഡൈനിങ് സെറ്റപ്പ് ഉണ്ട്. പിന്നെ ബിഗ് സ്ക്രീൻ ടി വി ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം നോർമലി നമ്മളൊരു 3 to 4 star കാറ്റഗറിയിൽ കാണുന്ന എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ കമ്മിങ് ടു ദി വാർഡ്രോബ്സ്. സോ ഇതെല്ലാം നല്ല സ്പേഷ്യസ് ആണ്, വെൽ മെയിൻറ്റെയിൻഡ്. നമുക്കെല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം ഒന്നിനും ഒരു നെഗറ്റീവ്സും പറയാനില്ല. ഓൾ മെയിൻറ്റെയിൻഡ് വെൽ. വാഷ്റൂംസ് ആണെങ്കിലും കോവിഡ് പ്രോട്ടോക്കോൾ വെച്ച് സാനിറ്റൈസ് ചെയ്തു. അവരുടെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ അവരത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ലുക്സ് ഗുഡ്. സോ വാഷ്റൂമിലാണെങ്കിൽ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ഷാംപൂ, ഷവർ ജെൽ, ഹാൻഡ് വാഷ്, പിന്നെ ബോഡി ലോഷൻ, ഷവർ ക്യാപ്പ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഞങ്ങളിവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ. സോ ദിസ് ചെക്ക് ഇൻ എക്സ്പീരിയൻസ് വാസ് വെരി സീംലെസ്. So far the experience is really good. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ബാൽക്കണിയും കൂടി ഉണ്ട്. സോ അത് കാണിക്കാം. സോ നമ്മുടെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആണ് നമ്മുടെ ബാൽക്കണി. സോ ഇവിടെ നമുക്കൊരു ചെറിയൊരു 2 ചെയേഴ്സ് ഉണ്ട്. പിന്നെ ഒരു സീറ്റിംഗ് ഏരിയ, ഫാനൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ നൈറ്റാണോ ഒന്നും കാണാൻ മേല. ഇവിടുന്ന് കായലിൻ്റെ ഒരു ചെറിയ വ്യൂ, ഒരുപാട് മരങ്ങളുള്ളത് കൊണ്ട് വ്യൂ കുറച്ച് ഡള്ളാണ്. ബട്ട് സ്റ്റിൽ മോർണിംഗ് ഒക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു മോർണിംഗ് കോഫിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫെസിലിറ്റിയാണിത്. സോ സ്റ്റുഡിയോ റൂം ശരിക്കും പറഞ്ഞ ഒരു നല്ല ഡീലാണ്. അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയതുകൊണ്ടായിരിക്കും സുപ്പീരിയർ റൂംസിൽ ഈ ഫെസിലിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ റിസപ്ഷൻ മാത്രമാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന കോട്ടേജ് ഇതിൻ്റെ അപ്പുറത്താണ്, കുറച്ചിങ്ങനെ നടന്നു പോകണം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇപ്പം നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം.
ഫ്ലോട്ടിംഗ് റിസോർട്ടിൻ്റെ ഒരു സൈഡ് വ്യൂ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. എത്ര സ്റ്റൈലല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ അഷ്ടമുടി കായലിൻ്റെ തീരത്തൊരു ഫ്ലോട്ടിംഗ് റിസോർട്ട്. ഇതാണ് നമ്മൾ താമസിക്കുന്ന കോട്ടേജ്. അതും അതിൻ്റെ പരിസരത്തുള്ള സ്വിമ്മിംഗ് പൂളും ഒക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമുക്ക് ജസ്റ്റ് വെറുതെ ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇതിങ്ങനെ റൗണ്ടിൽ ബിൽഡിംഗ് ഇങ്ങനെ കിടക്കുവാണ്. നമുക്കിനി താഴെ ഫ്ലോട്ടിംഗ് റിസോർട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ാണിത്, നല്ല രസമാണ്. ഇവിടെയൊക്കെ നേരത്തെ കോവിഡിന് മുമ്പ് ഒരു പ്ലേ സ്റ്റേഷനായിരുന്നു, ഇപ്പോൾ അതെല്ലാം ക്ലോസായി. നമ്മൾ ഫ്ലോട്ടിംഗ് റിസോർട്ടിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കൂടെ കാണാൻ കഴിയുന്നത് അതിലൊരെണ്ണമാണ്. ഇതുപോലത്തെ 6-7 എണ്ണം ഉണ്ട്. ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഫ്ലോട്ടിംഗ് കോട്ടേജ് എന്നും ഫ്ലോട്ടിംഗ് റിസോർട്ടെന്നും ഒക്കെ പറയാം. ഇതുണ്ട്, നല്ല ഭംഗിയല്ലേ ഇവിടെ കാണാൻ. ഇങ്ങനെ നല്ല രസമാണ് ഇത് കാണാൻ. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് കോട്ടേജ്. ഇതുപോണക്കത്തെ ഈ തീരം നിറച്ച് ഇങ്ങനെ ഇത് ഒരെണ്ണം. അങ്ങനെ തന്നെ ഇവിടെ VIP കോട്ടേജുകളും ഒക്കെ ഉണ്ട്. ഫ്ലോട്ടിംഗ് കോട്ടേജുകളുടെ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഇപ്പം ഇവിടെ വെള്ളമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഇതിന് ചുറ്റും നല്ല ചെമ്പകപ്പൂക്കളും നല്ല പ്രകൃതി രമണീയമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതുണ്ടോ, ഇവിടെ കോട്ടേജ്, അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂള് കാണുന്നത്. ഇതിനകത്ത് തന്നെയുള്ള സെക്കൻഡ് കാറ്റഗറി കോട്ടേജുകളാണ്. നമ്മുടെ ഫ്ലോട്ടിംഗ് കോട്ടേജിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ഇതും നല്ല ഭംഗിയാണ് കാണാൻ. നിറച്ചു മരങ്ങളും കണ്ടോ. ഇങ്ങനെ കോട്ടേജിൻ്റെയൊക്കെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് അടുത്തത് ഒരെണ്ണം. കോട്ടേജുകൾക്കുള്ളിൽ 4 റൂംസ്, ചിലത് സിംഗിൾ റൂംസൊക്കെ വരുന്നതുണ്ട്. ഈ സൈഡിൽ കാണുന്നതെല്ലാം അങ്ങനെ അത്തേതാണ്. ഹൗസ് ബോട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 4500 രൂപ ആണ് ഒരു ഫാമിലിക്ക്. അതച്ചാണോ ഞാൻ ഇതൊക്കെ ഇതിനകത്തുള്ള സെക്കൻഡ് കാറ്റഗറി കോട്ടേജുകളാണ്. ഇത് നമ്മുടെ കൊല്ലം ബീച്ചാണ്. ഞങ്ങൾ ചുമ്മാ ഒരു ഈവനിങ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ബീച്ച് കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല സൺസെറ്റൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് മഴമൂടലുള്ളതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, എങ്കിലും ചുമ്മാ ഒരു രസം. ഇപ്പോൾ സൺസെറ്റ് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, എങ്കിലും ആ മേഘം കാരണം നമുക്ക് അത്ര ക്ലിയർ അല്ല. സ്ലോ മോഷനാണോ? സ്ലോ മോഷൻ. ഇതില്